നമസ്കാരം. നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോൾ കഷ്ടമാണെന്ന് പറയാൻ, ഗതികേടാണെന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല. അതായത് നമ്മുടെ ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കോൺഗ്രസിലെ പടലപ്പിണക്കങ്ങൾ മറനീക്കി പുറത്ത് ഒരു പൊട്ടിത്തെറിയാട്ടേണ് വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണേണ്ടത്. കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ കോൺഗ്രസിലാണ് വലിയ തോതിലുള്ള തമ്മിലടി ഉടലെടുത്തിരിക്കുന്നത്. വയനാട്ടിലെ പോര് തിരഞ്ഞെടുപ്പോടെ അല്പം ശമിച്ചെങ്കിലും കെടാതെ കിടക്കുകയാണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കോഴിക്കോട്ടും കാസർഗോഡും പ്രശ്നം ഉടലെടുത്തത് എന്ന് നമ്മൾ കാണുകയാണ്. തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് മുമ്പ് തന്നെ തോൽപ്പിക്കാൻ ശ്രമം നടന്നുവെന്ന് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവനും കാസർകോട്ടെ സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനും തുറന്നു പറഞ്ഞിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഉൾപാർട്ടി പോര് രൂക്ഷമാകുമെന്ന് തന്നെയാണ് ഇത് നൽകുന്ന സൂചന. കോഴിക്കോട് MK രാഘവനും T സിദ്ദിഖും പ്രവീൺ കുമാറും ഒരുമിച്ച് നിൽക്കുന്നുവെങ്കിലും തൊഴുത്തിൽ കുത്ത് രൂക്ഷം തന്നെയാണ്. വയനാട്ടിൽ IC ബാലകൃഷ്ണൻ MLA-യും DCC പ്രസിഡന്റ് ND അപ്പച്ചനും തൽക്കാലത്തേക്ക് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് കാണേണ്ടതുണ്ട്. കല്യാണത്തിൽ തുടങ്ങിയ കലാപം പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതിന് പിന്നാലെയാണ് കാസർകോട്ട് വിവാദം ഉടലെടുത്തത്. രാജ്മോഹൻ ഉണ്ണിത്താനും KPC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും തുറന്ന പോരിലേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തു, എത്ര ഉന്നതനായാലും കോൺഗ്രസ് ഉണ്ടാകില്ലെന്ന് ഉണ്ണിത്താൻ പറയുകയും ചെയ്തു. പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ ചടങ്ങിൽ പങ്കെടുത്തതിന്റെ ഫോട്ടോ പുറത്തു വന്നതിന് പിന്നാലെ പുല്ലൂർ പെരിയ മണ്ഡലം പ്രസിഡന്റ് പ്രമോദ് പെരിയയുടെ സ്ഥാനം തെറിക്കുകയും ചെയ്തിരിക്കുന്നു. അതിനു മുമ്പ് തന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ എത്ര ഉന്നതനായാലും തെറിക്കും എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെയാണ് ബാലകൃഷ്ണൻ പെരിയ ഉണ്ണിത്താനെതിരെ ഗൗരവകരമായ ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു ബാലകൃഷ്ണൻ പെരുമ. തന്നെ തോൽപ്പിക്കാൻ ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചുവെന്നാണ് ബാലകൃഷ്ണൻ ഇപ്പോൾ ആരോപണമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇടതുപക്ഷത്തേക്ക് പോയ പാതൂർ ഷാനവാസിന്റെ വീട്ടിൽ വെച്ച് തന്നെ തോൽപ്പിക്കാൻ പലതവണ ഉണ്ണിത്താൻ ചർച്ച നടത്തിയെന്നും ബാലകൃഷ്ണൻ ഇപ്പോൾ അത് എടുത്തു പറഞ്ഞ് ആരോപിക്കുന്നുണ്ടെന്ന് മാത്രമല്ല, ഇരട്ടക്കൊലക്കേസിലെ 14-ാം പ്രതി K മണികണ്ഠനൊപ്പം ഉണ്ണിത്താൻ നിൽക്കുന്ന ഫോട്ടോയും ബാലകൃഷ്ണൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ട് അതും പുറത്ത് എത്തിച്ചിരിക്കുന്നു, പൊതുമണ്ഡലത്തിൽ എത്തിച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉദുമയിൽ വോട്ട് മറിക്കാൻ ബാലകൃഷ്ണൻ ശ്രമിച്ചുവെന്ന് ഉണ്ണിത്താനും ആരോപിക്കുന്നു. ഇരുവരും രൂക്ഷമായ ഭാഷയിലാണ് പരസ്പരം ആക്രമിക്കുന്നത്. ചേവയൂർ ബാങ്കും രാഘവനും തമ്മിൽ തോൽപ്പിക്കാൻ KPC അംഗം KV സുബ്രഹ്മണ്യൻ നീക്കം നടത്തിയെന്നാണ് കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ പരാതി. ഇതിൽ DCC അന്വേഷണം നടത്തി സുബ്രഹ്മണ്യനെ പുറത്താക്കി. ചേവയൂർ ബാങ്കിന്റെ മുൻ ഡയറക്ടറാണ് സുബ്രഹ്മണ്യൻ. സഹകരണ മന്ത്രി VN വാസവൻ കഴിഞ്ഞ വർഷം കോഴിക്കോട്ട് നടത്തിയ ചർച്ചയിൽ ചേവയൂർ സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ പ്രശാന്ത് പങ്കെടുത്തിരുന്നു. ഇതിന് പിന്നാലെ പ്രശാന്തിനെ കോൺഗ്രസ് പുറത്താക്കുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രശാന്തിന്റെ പിന്തുണയുമായി KV സുബ്രഹ്മണ്യൻ രംഗത്ത് വരികയും ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ വിലയിരുത്താനായി ചേർന്ന KPC നേതൃത്വത്തിലായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ നിർണായക ഘട്ടത്തിൽ നേരിടേണ്ടി വന്ന പ്രതിസന്ധികളെ കുറിച്ച് MK രാഘവൻ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് 6 ദിവസം മാത്രം ബാക്കി നിൽക്കെ KV സുബ്രഹ്മണ്യന്റെ നേതൃത്വത്തിൽ 53 പേർ പാർട്ടി വിടുന്നതായി പ്രഖ്യാപിച്ച് നടത്തിയ പത്രസമ്മേളനം വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചതായി രാഘവൻ പറയുകയും ചെയ്തു. കമ്മിറ്റിക്കകത്ത് ചേവായൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിലായിരുന്നു രാജിയിലേക്ക് നയിച്ചതെങ്കിലും ജില്ലയിൽ നിന്നുള്ള പ്രമുഖ നേതാവിന്റെ പിന്തുണയുള്ള സംഘമാണിതെന്നും വിമർശനമുയർന്നിരുന്നു. ഈ സംഘടനത്തിന്റെ തായ്വേര് അർക്കണമെന്നും രാഘവൻ യോഗത്തിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടിയായി KPC അംഗത്വം രാജിവെക്കുന്നുവെന്നാണ് സുബ്രഹ്മണ്യൻ അറിയിച്ചത്. കോൺഗ്രസ് സുബ്രഹ്മണ്യനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും തന്നെ പുറത്താക്കുകയാണ് ചെയ്തത്. എന്നാൽ ഒരു പ്രമുഖ നേതാവിന്റെ നേതൃത്വത്തിലാണ് സംഘം പ്രവർത്തിച്ചതെന്ന ആരോപണം നിലനിൽക്കെയാണ് ആ നേതാവ് T സിദ്ദിഖാണെന്ന് ആരോപണം ഉയർന്നെങ്കിലും രാഘവന് സിദ്ദിഖ് അതും തള്ളിയിരിക്കുകയാണ്. എന്തായാലും വയനാട്ടിൽ അല്പം ചില തൽക്കാലത്തേക്ക് ഒരു ശമനം ഉണ്ടായിരിക്കുന്നു. MLA IC ബാലകൃഷ്ണനും വയനാട് DC പ്രസിഡന്റ് ND അപ്പച്ചനും തമ്മിലുള്ള ബന്ധം പരസ്യമാണ്. പക്ഷേ ഇപ്പോൾ അതും കെട്ടടങ്ങിയിരിക്കുന്നു. പൊതുവിൽ ഇപ്പോൾ അതിന് കൂടാതെയാണ് ഇപ്പോൾ
വീക്ഷണം പത്രം പിന്നെ KM മാണിയെ അല്ലെങ്കിൽ ജോസ് കെ മാണിയെ ക്ഷണിച്ചുകൊണ്ട് കോൺഗ്രസിലേക്ക് UDF ക്ഷണിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയത്. അതിനെതിരെ ഇപ്പോൾ പിന്നെ VD സതീശനും രംഗത്ത് വന്നിരിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ആരെയും UDF ക്ഷണിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് സ്വന്തം പാർട്ടി പത്രത്തിന് തന്നെ തള്ളി പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ സതീശൻ രംഗത്ത്. അങ്ങനെ പൊതുവിൽ നമ്മൾ കോൺഗ്രസിനെ വിലയിരുത്തുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും കോൺഗ്രസ് വല്ലാത്ത പ്രതിസന്ധിയിലേക്ക് മാറും. ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ വന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസ് വളരെ താമസിയാതെ കേരളത്തിലെ കോൺഗ്രസ് ഘടകം പിളരും. അത് പിളർന്നു വരുന്ന ഒരു ഭാഗം എങ്ങോട്ട് പോകും എന്നതാണ് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യേണ്ടത്.